കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഇന്നലെ കട്ട് ചെയ്ത ഒരു ടോപ്പ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഈ നെക്ക് സ്റ്റിഫിൽ കട്ട് ചെയ്തിരുന്നല്ലോ ഇന്നലെ. അപ്പോൾ അത് ഞാൻ ഇവിടെ ഒരു ലൈനിങ് തുണിയിൽ ഒട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം അതിൻ്റെ സൈഡ് ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ ഇട്ടതിന് ശേഷം, നമുക്ക് 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഇട്ടതിന് ശേഷം ആ ലൈനിങ് തുണി ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ഇതിൻ്റെ സൈഡ് നമ്മൾ അടിക്കണേ. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഈ സ്റ്റിഫ് ഒട്ടിച്ചിരിക്കുന്നതിൻ്റെ ബാലൻസ് കിടക്കുന്ന ഇതും കൂടി നമുക്ക് കട്ട് ചെയ്ത് കളയാതെ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിങ്ങനെ സമമായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു നോച്ചിട്ട് കൊടുക്കണം. കറക്റ്റായിട്ട് സെൻറ്റർ ആയിരിക്കണം കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുക, കട്ട് ചെയ്ത് വിടണം. അത് നമുക്ക് നെക്ക് വെക്കുമ്പോൾ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ ലൈനിങ് ഒക്കെ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ആണ് വെട്ടിയിരുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഇത് നമ്മൾ ഫ്രണ്ട് എഴുതിയിട്ടിട്ടുണ്ട്. ഇത് ഇവിടെ ഫ്രണ്ട് എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ വരണം. നമ്മൾ ലൈനിങ്ങും ടോപ്പും കൂടി വലിയ കാണിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ലൈനിങ് ആണ് നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയിരിക്കുന്നത്. അപ്പം മിച്ചം ലൈനിങ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള പീസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതിൻ്റെ ഫുള്ളും അടിക്കേണ്ട, കുറച്ച് വിട്ട് നമ്മൾ അടിച്ചേക്ക്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മടക്കി അടിക്കണം. അതുകൊണ്ടാണ് ഈ ലൈനിങ് മടക്കി അടിക്കണം ഏറ്റവും ലാസ്റ്റ്. അതുകൊണ്ട് ഇത് തീരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിർത്തി. ഇനി അപ്പുറത്തെ സൈഡിലും അടിക്കാം. ഇത് നമ്മൾ ലൈനിങ്ങിനെക്കാട്ടി കൂട്ടിയിട്ടാണ് വെട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ മിച്ചം കിടക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ മിച്ചമുള്ള ഇതൊക്കെ കട്ട് ചെയ്ത് കളയണം. മിച്ചം വന്നിരിക്കുന്ന ഈ ലൈനിങ് കഴിഞ്ഞ് മിച്ചം വന്നിരിക്കുന്നത് ഫുള്ളും നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഈ നോച്ചുകളൊക്കെ നമുക്കിങ്ങനെ ഇടാം. അതിനുശേഷം നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ അറ്റത്തുള്ള തുണി നമ്മൾ മടക്കി അടിക്കുവാണേ. ഇനി നമുക്ക് നെക്ക് പിടിപ്പിക്കാം. അതിന് നമ്മൾ ചെറിയ കാണിയിട്ടാണ് നെക്ക് പിടിപ്പിക്കേണ്ടത്, ഒരുപാട് വലിയ കാണി ഇടണ്ട. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യണം. അതിനായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. ഇങ്ങനെ കട്ടിയിട്ട് കൊടുക്കണം. സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്യണം. രണ്ടായിട്ട് മടക്കിയിട്ട് സെൻറ്റർ കണ്ടുപിടിച്ച് അതിനുശേഷം ഇങ്ങനെ നിവർത്തിയിടുക. ഇട്ടതിന് ശേഷം അതിന് നമ്മൾ നേരത്തെ വെച്ച സ്റ്റിഫില്ലേ, ആ സ്റ്റിഫ് ഇവിടെ ഇങ്ങനെ നേരെ കൊണ്ടുവന്ന് ആ നോച്ചിൻ്റെ അവിടെ ഈ നോച്ചും ഇതിൻ്റെ നോച്ചും ഇവിടെ നമ്മൾ കട്ട് ചെയ്തില്ലേ അതും തുണിയുടെ ചുരിദാറിൻ്റെ സെൻറ്ററും അതും കൂടി ഇങ്ങനെ സമം വെക്കണം. വെച്ചതിന് ശേഷം ഇവിടെ ഒരു പിന്ന് കുത്തി വെച്ചേക്കണം. ഇവിടെ ആയിട്ട് ഒരു പിന്നോ എന്തെങ്കിലും കുത്തി വെക്കണം. അപ്പം അനങ്ങി പോകാതിരിക്കാനാണ്. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ ഈ നെക്ക് ചരിഞ്ഞൊന്നും പോകരുതല്ലോ, അതിന് വേണ്ടിയിട്ട് സെൻറ്ററിൽ കൂടെ നമ്മൾക്ക് ഇങ്ങനെ അടിക്കാം. സ്റ്റിഫിൽ കൊള്ളാതെ അറ്റത്ത് കൊണ്ട് നിർത്തണം. സ്റ്റിഫിലെത്തുന്നതിന് മുന്നേ നിർത്തണം. അതിന് ശേഷം ഇത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് അനങ്ങത്തില്ല, നിങ്ങൾക്ക് അറ്റത്തുകൂടെ അടിക്കാൻ പറ്റും. അതിനുശേഷം ഈ സ്റ്റിഫിൽ കൊള്ളാതെ സ്റ്റിഫിൻ്റെ അരികിൽ കൂടി ഈ ലൈനിങ്ങിൻ്റെ പുറത്തു കൂടി ഇങ്ങനെ അടിക്കണം ചുറ്റിന്. അപ്പം സ്റ്റിഫിൽ കയറരുത്. ഇങ്ങനെ കയറ്റിയിട്ട് സ്റ്റിഫിൻ്റെ അരികിൽ കൂടെയാണ് ഞാൻ തയ്ച്ചുകൊണ്ട് വരുന്നത്. ഇവിടെ കുത്തി നിർത്തണം. ഈ അറ്റത്ത് വരുമ്പോൾ കുത്തി നിർത്തിയിട്ട് തിരിച്ചെടുക്കണം. കുത്തി നിർത്തിയാൽ നമുക്ക് തിരിച്ചെടുക്കാൻ എളുപ്പമാണ്. കുത്തി നിർത്തിയിട്ടാണ് തിരിച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഈ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. വീണ്ടും അവിടെ കുത്തി നിർത്തണം. ഇങ്ങനെ തിരിച്ചതിന് ശേഷം നമ്മളിവിടെ തിരിഞ്ഞൊന്നും പോകരുത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് ഈ സൂചി അങ്ങ് ഊരാം. അതിനുശേഷം ഇവിടെ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ 1/4 ഇഞ്ച് നമ്മളിങ്ങനെ ഇട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. 1/4 ഇഞ്ച് ഞാൻ കാണാമെന്ന് കരുതുന്നു. 1/4 ഇഞ്ച് ഇങ്ങോട്ട് ഇട്ടതിന് ശേഷം ഇതുപോലെ നമ്മൾ ചുറ്റിനും കട്ട് ചെയ്തെടുക്കണം.
ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ച് നമ്മൾ ലൈനിങ്ങിൻ്റെ അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് ഈ അറ്റത്തും ഒരു കട്ടിട്ട് കൊടുക്കണം. അത് സ്റ്റിച്ചിൽ കൊള്ളരുത്. സ്റ്റിച്ചിൽ കൊള്ളാതെ ഇതുപോലെ കട്ട് ചെയ്ത് കണ്ടോ, ഈ സൈഡിലും അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ സെൻറ്ററിലായിട്ട് ഒന്ന് കട്ട് ചെയ്യുക, ഇവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക. അതുപോലെ സ്റ്റിച്ചിൽ കൊള്ളരുത്. സ്റ്റിച്ചിൽ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്, അഴിഞ്ഞു. അതിനുശേഷം നമുക്കിത് തിരിച്ചിടാം. ഒന്നെങ്കിൽ നമുക്കിങ്ങനെ പതിച്ചടിച്ചിട്ട് തിരിച്ചിടാം. ഞാനിപ്പോൾ പതിച്ചൊന്നും അടിക്കുന്നില്ല, ഇനി ചുമ്മാ അങ്ങ് തിരിച്ചിടുവാണേ. തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ചേർത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പോൾ നേരെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ കുത്തി നിർത്തിയിട്ട് വേണം തിരിക്കാനായിട്ട്. വളഞ്ഞും തിരിഞ്ഞൊന്നും പോകാതെ നേരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. അവിടെയും കുത്തി നിർത്തി ഇങ്ങനെ നമ്മൾ. അപ്പോൾ ഈ നെക്ക് റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട് പീസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വീതിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് എടുക്കാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലേ. അപ്പോൾ സ്ക്വയർ നെക്ക് ഫ്രണ്ട് കഴിഞ്ഞു. പിന്നെ ബാക്ക് പാർട്ട് നമുക്ക് എടുക്കാം. ബാക്ക് പാർട്ട് സെയിം രീതിയിൽ തന്നെ ലൈനിങ് നല്ല വലിയ കാണിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം. ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അരികെ കട്ട് ചെയ്യണം. എക്സസ് ആയിട്ടുള്ള തുണികളൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈനിങ്ങിൻ്റെ അറ്റം ഇങ്ങനെ മടക്കിയെടുക്കണം. ഇനി നമുക്ക് ബാക്ക് കഴുത്ത് കട്ട് ചെയ്യാം. ഞാൻ ബാക്ക് കഴുത്ത് വെക്കുന്നത് റൗണ്ടാണ് വെക്കുന്നത്. അതിനായിട്ട് എല്ലായിടവും നമ്മൾ കറക്റ്റായിട്ട് മടക്കി രണ്ടായിട്ട് മടക്കിയിടണം. കൈക്കുഴിയും എല്ലാം. ഇത് നെക്ക് വേണ്ട, നെക്ക് കട്ട് ചെയ്യാൻ പോവാം. ഇത് ഞാനിവിടെ ഇങ്ങനെ മടക്കി രണ്ടായിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് എളുപ്പ വഴി പറഞ്ഞത്, നമ്മൾ ബാക്ക് ഇച്ചിരി കൂട്ടിയാണല്ലോ ഷോൾഡറൊക്കെ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്തില്ലേ, ഫ്രണ്ട് നമ്മൾ തയ്ച്ച് വെച്ചാൽ ആ പീസിങ് എടുത്തിട്ട് ഈ സൈഡിൽ ഇങ്ങനെ വെക്കണം. അതായത് കൈയൊക്കെ പിടിപ്പിക്കുന്ന ആ ഭാഗത്ത്, മനസ്സിലായോ? അവിടെ ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എത്ര കിട്ടുന്നതെന്ന് നോക്കാം. ഇവിടെ നിന്ന് ഇവിടം വരെ നമുക്കിത് ഇവിടം വരെയാണ് കിട്ടിയേക്കുന്നത്. കണ്ടോ, കാണാവുന്ന വരുന്നു. ഇതിങ്ങനെ വെച്ചപ്പോൾ നമുക്ക് ഇവിടം വരെ കിട്ടി. അപ്പോൾ ഇത് സ്റ്റിഫിൽ കട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടം വരെ. അപ്പോൾ നമ്മളിത് സ്റ്റിഫിലല്ലല്ലോ കട്ട് ചെയ്യുന്നത്, അല്ലാതെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് കൂടി ഇങ്ങോട്ട് മാറ്റി മാർക്ക് ചെയ്യണം. ഇങ്ങോട്ട് മാറ്റി ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ എന്നാലും ഇവിടെ ഇങ്ങനെ തിരിച്ചടിച്ച് വരുമ്പോൾ ഇതുമായിട്ട് കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ 4 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി ഇതെടുത്ത് മാറ്റാം. അതിനുശേഷം ബാക്ക് നമ്മൾ 8 ഇഞ്ചാണ് ബാക്ക് ഇറക്കുന്നത്. 8 ഇഞ്ചാണ്. 8 ഇഞ്ച് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. 8 ഇഞ്ച് നമ്മളിങ്ങനെ താഴേക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് എത്രയുണ്ടെന്ന് നോക്കുക. ഇതെത്രയാണ് ഈ അടയാളപ്പെടുത്തിയത്? 3.25 തന്നെയുണ്ട്. ഇത് 3.25 കഴുത്തകലം വെച്ചത്. സെയിം തന്നെ 3.25 ഉണ്ട്. ആ 3.25 തന്നെ താഴെയും വെക്കുക. താഴെയും നമ്മൾ 3.25 വെച്ചിട്ട് ഇങ്ങനെ നേരെ ഒരു ലൈൻ വരക്കുക. നേരെ ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണം നമ്മൾ നെക്ക്, എന്ത് നെക്കാണെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ റൗണ്ടാണ് കൊടുക്കുന്നത്, വൈഡ് റൗണ്ട്. ഞാനിവിടെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് വരക്കുവാണ്. റൗണ്ട് ഷേപ്പ് ഇങ്ങനെ വരച്ചു ഉണ്ടോ? റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതിങ്ങനെ വിടർത്തിയിട്ടിട്ട് ഈ പിന്നെ ലൈനിങ് ഇതുമായിട്ട് ഇപ്പം ഇങ്ങനെ വിടർന്ന് പോയല്ലോ. അപ്പോൾ ലൈനിങ്ങുമായിട്ട് സെയിം കറക്റ്റായിട്ട് ഇങ്ങനെ ലൈനിങ്ങുമായിട്ട് നമ്മൾ പതിച്ച് അടിക്കണം, ജോയിൻ ചെയ്ത് വെക്കണം. അതുകൊണ്ട് ഇങ്ങനെ കഴുത്തിൻ്റെ അറ്റത്തൂടെ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് വെച്ചേക്കണം. അല്ലെങ്കിൽ നമ്മൾ നെക്ക് അടിക്കുമ്പം ഇതും കൂടെ നീങ്ങിയൊക്കെ പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുക. അപ്പോൾ നമ്മൾ 3.25 കഴുത്തകലം പറഞ്ഞത്. 3.25 6.5 അല്ലേ? അപ്പോൾ 6.5 നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെക്കാം. അത് എന്തിനാണെന്ന് വെച്ചെന്നാൽ കഴുത്ത് ലൂസായി പോകാതിരിക്കാൻ. ഇത് കറക്റ്റായിട്ട് വെക്കുവാണെങ്കിൽ കഴുത്ത് ലൂസാവത്തില്ല. അപ്പോൾ 6.5 ഇങ്ങനെ മാർക്ക് ചെയ്യണം. 3.25 6.5. എന്നിട്ട് അതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ നെക്ക് വെച്ച് കൊടുക്കണം.
ഇതിൻ്റെ പുറത്തേക്ക് നല്ല വശം തിരിച്ചിട്ട് ഇങ്ങനെ വെക്കണം. അതായത് നമ്മുടെ മുകളിൽ ലൈനിങ്. അപ്പോൾ ഈ ലൈനിങ്ങിൻ്റെ ഇതിൻ്റെ പുറത്തേക്ക് ഈ നല്ല വശമാണ് നമ്മളിങ്ങനെ വെക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുക, ഇതും ഇങ്ങനെ വയ്ക്കുക. വേണമെങ്കിൽ നിങ്ങളിവിടെ ഒരു മുട്ട് സൂചി കുത്തിക്കോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞ് പോകുമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട് സൂചി കുത്തി വെക്കാതെ ഇവിടെ മാത്രം ഇതിങ്ങനെ വെച്ച് കറക്റ്റായിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/4 ഇഞ്ച് നീക്കി ഇങ്ങനെ ഇതുപോലെ ഇവിടെ കൂടെ ഇത് കാണാമെന്ന് കരുതുന്നു. റൗണ്ടായിട്ട് ചുറ്റിനും 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ നമ്മളിങ്ങനെ ചെയ്തെടുക്കണം. പതുക്കെ ചെയ്താൽ മതി. വളക്കാൻ വേണ്ടിയിട്ട് കുത്തി നിർത്തിയാൽ മതി. കുത്തി നിർത്തിയിട്ട് പ്രഷർ ഫുഡ് പൊക്കുമ്പോഴത്തേക്കും ഇത് വളഞ്ഞു വരും. അങ്ങനെ നമ്മൾ നെക്കിൻ്റെ ചുറ്റിനും അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ലൈനിങ് 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഇട്ടിട്ട് നമുക്ക് ചുറ്റിനും കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ വളഞ്ഞു വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വിടണം. അതും നമ്മൾ സ്റ്റിച്ചിൽ മുട്ടാതെ വേണം കട്ട് ചെയ്യാൻ. സ്റ്റിച്ചിൽ ഒരു കാരണവശാലും മുട്ടരുത്. ഇങ്ങനെ കട്ടിയിട്ട് കൊടുക്കണം, അടുപ്പിച്ചടുപ്പിച്ച്. അപ്പോൾ നല്ല പെട്ടെന്ന് വളഞ്ഞു വരും. അതിനുശേഷം ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇത് ബാക്കിലേക്ക് പതിച്ചടിക്കണം. ഇങ്ങനെ വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ പുറത്തുകൂടി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ലൈനിങ്ങിൻ്റെ പുറത്തുകൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതങ്ങോട്ട് തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് ഇവിടുന്ന് ഇവിടം വരെ ഒരു 1 ഇഞ്ച് താത്തിയാണ് തുടങ്ങേണ്ടത്. 1 ഇഞ്ച് താത്തി ഞാൻ എന്തിനാന്ന് പറഞ്ഞുതരാം. എന്നിട്ട് നമ്മളിങ്ങനെ പതിച്ചടിക്കണം. സൈഡിൽ കൂടെ ചുറ്റിനും പതിച്ചടിക്കണേ. ഇവിടെയും 1 ഇഞ്ച് മാറ്റിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. അതിനുശേഷം ഈ ലൈനിങ് കുറച്ചിട്ടാൽ മതിയല്ലോ. നമുക്കിത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. 1 ഇഞ്ചോ വല്ലോ മിച്ചമിട്ടിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ നിങ്ങൾക്ക് എത്ര വീതിക്ക് ഇടണം അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഇത് എളുപ്പം തയ്ക്കാൻ പറ്റുന്ന മെത്തേഡാണ്. അതിനുശേഷം ഇങ്ങനെ ഈ ലൈനിങ്ങിൻ്റെ അരിക് ഇങ്ങനെ മടക്കി ചുറ്റിനും അടിക്കണം. അത് നമ്മൾ ഹെം ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് സിബ് പിടിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇത് 2ആയിട്ട് മടക്കിയിടുക. മടക്കിയിട്ടിട്ട് ഇതെല്ലാം സമമായിട്ട് വെക്കണം. കൈക്കുഴിയും സ്ലിറ്റിൻ്റെ അവിടെയും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണേ. എന്നിട്ട് സമമായിട്ട് ഇങ്ങനെ വെക്കണം. കണ്ടോ? അപ്പോൾ സെൻറ്റർ ഭാഗമാണിത്. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ സ്ലിറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇവിടെയല്ലേ സ്ലിറ്റ്, ഇവിടുന്ന് ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ഒക്കെ മുകളിലേക്ക് വേണം നമ്മൾ സിബ് പിടിപ്പിക്കാൻ. ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇതാണ് സ്ലിറ്റ് വരുന്ന ഭാഗം. ഇവിടുന്ന് നമ്മളൊരു 2 ഇഞ്ചോ 1 ഇഞ്ചോ ഞാനിപ്പോൾ ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുവാണേ. ഇവിടം വരെ മതി നമുക്ക് സിബ്. അപ്പോൾ അവിടം വരെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സെൻറ്റർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത അവിടം വരെയാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങനെ വിടർത്തിയിട്ട് നമ്മൾ ഇതിൻ്റെ അരികിൽ കൂടെ ഈ ലൈനിങ് മാറിപ്പോകാതിരിക്കാനായിട്ട് നമ്മൾ ലൈനിങ് ഒന്ന് അടിച്ച് വെക്കണം. കുത്തി നിർത്തിയിട്ട് തിരിച്ചാൽ മതി. അതിനുശേഷം നമ്മളിവിടെ വീതിക്കൊരു പീസ് കട്ട് ചെയ്ത് വെച്ചായിരുന്നല്ലോ, അത് നമ്മൾ കുറച്ച് വീതിക്ക് കട്ട് ചെയ്താൽ അവിടെ നിന്ന് നമ്മൾ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഈ പീസ് ഒരു 3.5 ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തുകൂടി ഒരു ലൈൻ വരച്ചിടണം. സെൻറ്റർ ഭാഗത്തോട് ലൈൻ വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ലൈനിൽ കൂടി വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. എന്നിട്ട് ഇതിങ്ങനെ വെക്കണം. ഇതിങ്ങനെ വെച്ചിട്ട് ഈ മുകൾ ഭാഗത്ത് ഒരു 1 ഇഞ്ച് വല്ലോ താത്തിയിട്ട് വേണം ഇത് വെക്കാൻ. എന്നിട്ട് ഈ വരയുടെ അപ്പുറത്തും ഇപ്പുറത്തും വേണം തുണി വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഈ വര കണ്ട നമ്മൾ വരയിട്ട വരയുടെ ഇപ്പുറത്ത് വേണം തുണി വയ്ക്കാൻ. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെക്കണം. നേരെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുത്തി നിർത്തുക. കുറച്ച് താത്തി കുത്തി നിർത്തണം. കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് ഇത് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. അതിനുശേഷം കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വിടണം. ഇത് എളുപ്പ വഴിയാണ്. എന്നിട്ട് ഇതിങ്ങനെ അറ്റം വരെ അറ്റത്ത് വരെ ഇങ്ങനെ കട്ട് ചെയ്ത് വിടണം. സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്യണം ഈ അറ്റത്തെ. എന്നിട്ട് നമ്മളിതിങ്ങനെ തിരിച്ചെടുക്കും.
തിരിച്ചെടുത്തിട്ട് ഈ കൂടുതലുള്ള ഈ ഭാഗം കൂടുതലിങ്ങനെ കിടക്കുന്നില്ലേ, അത് കുറച്ച് 1 ഇഞ്ച് താത്തി ഇട്ടിട്ട് നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് കളയാം. കണ്ടോ, ഇവിടെ ഇപ്പോൾ ഇച്ചിരി വീതി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ തിരിച്ചെടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചെടുത്തിട്ട് ഇതിങ്ങനെ താഴത്തോട്ട് മടക്കണം. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ ആവശ്യത്തേക്ക് ഇങ്ങനെ മടക്കിയിട്ട് നമ്മളിത് തിരിച്ചിടണം. ഇങ്ങനെ തിരിച്ചിട്ടിട്ട് പതിച്ചടിക്കണം. ഇതൊക്കെ താഴത്തേക്ക് ഇടണം. ഉണ്ടോ, ഇത് താഴത്തോട്ട് ഇട്ടിട്ട് അടിയിൽ നിന്ന് നമ്മൾ താഴത്തോട്ട് ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ കുത്തി നിർത്തി തിരിച്ചെടുക്കാം. ഇത് ഇൻവിസിബിൾ സിബല്ല, സാധാ സിബ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പിടിപ്പിക്കുന്നത്. ഇതിങ്ങോട്ട് അകത്തേക്ക് മടക്കി വെക്കണം. അതിന് ശേഷം ഇത് ഇങ്ങനെ മടക്കി അടിക്കാതെ ഈ അടിയിൽ വെച്ച തുണി നമ്മളിങ്ങനെ മടക്കി അടിക്കുവാണേ. തേരുവശം ഉള്ളതൊന്നും നമ്മൾ മടക്കി അടിക്കുന്നില്ല, തേരുവശം അല്ലാത്തതൊക്കെ നമ്മൾ മടക്കി അടിക്കണം. മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ സിബ് പിടിപ്പിക്കാം. അതിനായിട്ട് ഞാൻ സിബ് എടുത്തിട്ടുണ്ട്. ഈ സിബ് ഇങ്ങനെ നമ്മളിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ കെട്ടിട്ട് ഈ പല്ലിൽ കയറരുത് കേട്ടോ. നമ്മുടെ ഈ സിബിൻ്റെ പല്ലിലൊന്നും സ്റ്റിച്ച് കൊള്ളരുത്, പിന്നെ ഇത് തുറക്കാൻ പറ്റാതാവും. ഇവിടെ എത്തുമ്പോൾ നമ്മളിങ്ങനെ സിബ് തുറന്ന് അത് അങ്ങോട്ട് തള്ളി കൊടുക്കണം. ഇങ്ങനെ തള്ളി കൊടുത്തിട്ട് ഇത് കറക്റ്റാക്കി വെക്കണം. കറക്റ്റാണോ എന്ന് നോക്കണം. ഇറിയും കുറഞ്ഞൊന്നും അല്ലല്ലോ നിൽക്കുന്നത്, കറക്റ്റാണ്. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ കുത്തി നിർത്തണം. എന്നിട്ട് ഇതിങ്ങനെ അവിടെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ചതുരത്തിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. ഇനി ഇവിടെ കുത്തി നിർത്തണം. ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് ഇതിങ്ങനെ ചേർത്ത് വെച്ച് നമുക്കിങ്ങനെ സിബ് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നീക്കി വെക്കാം. സിബ് കാണണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇതൊന്ന് താത്തി കൊടുക്കണം. എന്നിട്ട് ഇത് നമ്മൾ ഫിനിഷ് ചെയ്ത് മേൽ ഭാഗത്ത് ഇങ്ങനെ കെട്ടിയിട്ട് കൊടുക്കണേ. കട്ട് ചെയ്യാം. നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സിബ് നല്ല അടിപൊളിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് വിടാം. ഈ കൂടി കിടക്കുന്ന ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് വിടാം. ഇനി നമുക്ക് നെക്കുകൾ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യാം. ഇത് നമ്മൾ ഹെമ്മിങ് ചെയ്ത് വെക്കേണ്ട സംഭവമാണ് കേട്ടോ. ഇനി ഫ്രണ്ട് പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ച് ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇതിങ്ങനെ ബാക്ക് പീസിൻ്റെ ഇതിങ്ങനെ തുറന്ന് പിടിക്കുക. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ തുറന്ന് വെക്കണം. അതിനാണ് നമ്മൾ 1 ഇഞ്ച് താത്തി തുടങ്ങിയത്. എന്നിട്ട് ഈ ഫ്രണ്ട് പീസ് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വെക്കണം. നേരെ ഇങ്ങനെ വെക്കണം. വെച്ചിട്ട് ഈ പീസ് ഇപ്പുറത്തോട്ട് എടുക്കണം, മുകളിലേക്ക്. കണ്ട, ഈ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്കിന് വെച്ചിട്ട് ഇതിങ്ങനെ ആദ്യം കെട്ടിടണം. ഇങ്ങനെ ജോയിൻ ചെയ്യണം. അങ്ങനെ 2 സ്റ്റിച്ച് കൊടുക്കണം. ഇതേപോലെ തന്നെ അപ്പുറത്തെ ഷോൾഡർ ഇങ്ങനെ വരുമ്പോൾ തിരിച്ചിടുമ്പോൾ ഇങ്ങനെ ഇരിക്കും. കണ്ട, നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഷോൾഡർ നമ്മൾ ചെയ്യാം. ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചിട്ടേക്കുവാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നല്ല വശവും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ ബാക്ക് പീസ് വേണം ഇങ്ങനെ തുറന്ന് പിടിക്കാൻ. തുറന്ന് പിടിച്ചിട്ട് ഇതിങ്ങനെ ഫ്രണ്ട് പീസിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ ജോയിൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ 2 ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട, നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്ലീവ്ലെസ് ആണ്. ഇത് ടോപ്പ് നമ്മളിത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് ഇവിടെ നമുക്കൊരു ക്രോസ് പീസ് വെച്ച് മൊത്തം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ വല്ല കൂടുതലായിട്ട് കിടപ്പുണ്ട്, ഇത് കട്ട് ചെയ്താൽ മാത്രം മതി. കൂടുതലായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൂടുതലായിട്ടൊന്നും വന്നിട്ടില്ല. എന്നിട്ട് നമുക്ക് ക്രോസ് പീസുകൾ മൊത്തം ഇങ്ങനെ എടുത്തിട്ട് എല്ലാ ക്രോസ് പീസുകളും ജോയിൻ ചെയ്തെടുക്കണം. ക്രോസ് പീസുകളൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യാം. അതിന് ശേഷം ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കണം. രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിങ്ങനെ നല്ല വശത്ത് കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വിടണേ. 4 ഇഞ്ചാണോ 1/2 ഇഞ്ചാണോ നിങ്ങൾ തയ്യൽ ഇടുന്നത് അതനുസരിച്ച് നമ്മളിങ്ങനെ ചുറ്റിനും സ്റ്റിച്ച് ചെയ്യണം. കൈക്കുഴിയുടെ ചുറ്റിനും വലിക്കൊന്നും വേണ്ട കേട്ടോ, വലിക്കാതെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ നേരെ വെക്കണം. അല്ല, അവിടെ കട്ടി കൂടുന്നതുകൊണ്ടാണ്. ഇത് കറക്റ്റ് ചെയ്ത് നമ്മൾ എടുക്കണം. ഇവിടെ ഇച്ചിരി വീതി കൂടിപ്പോയത് നമുക്ക് കട്ട് ചെയ്ത് തരാം.
എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയണം. ഇനി നമുക്കിത് തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊരു നോച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം, അത് വളഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ പുറത്ത് കൂടി നമ്മൾ പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിങ്ങനെ നമ്മളിതിങ്ങനെ അകത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യണേ. വേണമെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ വശത്തൂടെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇങ്ങോട്ട് അകത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. നമ്മളിങ്ങനെ പ്രഷർ കൂട്ടി ചെറുതായിട്ട് പൊക്കി കൊടുക്കുമ്പോഴത്തേക്കും കുത്തി നിർത്തിയിട്ട് പൊക്കി കൊടുക്കുമ്പോൾ വളഞ്ഞു വരും. ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ, നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ സെയിം രീതിയിൽ തന്നെ നമുക്ക് അപ്പുറത്തെ വശവും സ്റ്റിച്ച് ചെയ്യണം. സ്ലീവ്ലെസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ഫിനിഷിങ് വരുത്തണേ. ഇവിടെ എന്തെങ്കിലും കൂടിയൊക്കെ കിടപ്പുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നേരെയാക്കണം. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യണം. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വിടുന്നുണ്ട്, എന്നാലും നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടത്തുള്ളൂ. കട്ട് ചെയ്യണം, അത് സ്റ്റിച്ചിൽ കൊള്ളരുത് കേട്ടോ. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം നമ്മൾ കട്ട് ചെയ്യാൻ, എന്നാലും വളഞ്ഞ് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഇതേപോലെ പ്രസ് ചെയ്തടിക്കണം. നമുക്കിത് ഇങ്ങോട്ട് മടക്കി അടിക്കാം. വലിക്കുകയൊന്നും ചെയ്യല്ലേ, അതൊക്കെ നോർമലായിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നെക്കിൻ്റെയും സ്ലീവിൻ്റെയും പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തിട്ട് സ്ലിറ്റ് അടിച്ചാൽ മാത്രം മതിയേ. നമുക്കിനി ഇതിൻ്റെ ഷേപ്പിൽ സ്ലിറ്റ് ചുരിദാറാണല്ലോ, അപ്പോൾ നമുക്ക് ഷേപ്പ് അടിക്കാം. രണ്ടും ഇങ്ങനെ സമമായിട്ട് വെച്ചിട്ട് ഇവിടെ നിന്ന് ഒരു കെട്ടൊക്കെ ഇട്ടിട്ട് ഇവിടെയും ഒരു കെട്ടിട്ട് നിർത്തണം. എന്നിട്ട് നമ്മൾ ഇപ്പുറത്ത് കൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. ഇതുപോലെ തന്നെ അപ്പുറത്തും സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് സ്ലിറ്റ് അടിക്കാം. സ്ലിറ്റിനായിട്ട് അരികെ ഇങ്ങനെ തുടങ്ങുക. ഒന്ന് മടക്കി രണ്ടാമത് ഒന്ന് മടക്കി. എന്നിട്ട് ഈ അറ്റത്ത് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കയറ്റി ഇങ്ങനെ കുറച്ച് കയറ്റി നിർത്തിയിട്ട് കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ തിരിക്കണം. തിരിച്ചിട്ട് ഇതൊക്കെ ലെവൽ ചെയ്ത് ഇങ്ങനെ ഇടണം. ഈ ലെവൽ ചെയ്തിട്ടിട്ട് ഇതിങ്ങനെ നേരെ വെച്ചിട്ട് ഇതിങ്ങനെ മടക്കുക. എന്നിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കുത്തി നിർത്തണം. എന്നിട്ട് ഇങ്ങനെ തിരിക്കണം. അവിടെ താഴേക്ക് ഇങ്ങനെ ഒരേ ലെവലിൽ തന്നെ അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ സ്ലിറ്റ് ഒരു വശത്തെ സ്ലിറ്റ് അടിച്ച് ആ സ്ലിറ്റ് തന്നെ കാണിക്കാം. അതിൻ്റെ അറ്റത്ത് കൂടി ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. സ്ലിറ്റിൻ്റെ അറ്റത്ത് കൂടി ഇവിടെ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് തിരിച്ചെടുക്കണേ. അറ്റം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. ഇനി നമ്മൾ അപ്പുറത്തെ വശത്തെ സ്ലിറ്റ് അടിക്കാൻ പോവാണേ. ഇനി നമുക്ക് അതുകൊണ്ട് ഇതിങ്ങനെ മടക്കിയിടണം. രണ്ടും മടക്കി ഇങ്ങനെ മടക്കിയിടുക. ഇങ്ങനെ ലെവൽ ചെയ്ത് വെക്കണേ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇഞ്ചോ 1.5 ഇഞ്ച് ഇങ്ങനെ വളച്ച് വെട്ടണേ. ഇങ്ങനെ ഒന്ന് വളച്ച് വെട്ടണേ. അതെന്താണെന്ന് വെച്ചാൽ അറ്റത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കാതിരിക്കാനാണ്. ഇനി നമുക്കിത് മടക്കിയടിക്കാം. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തൂടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം. അപ്പോൾ ഈ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് ഇത്രയും ഇടിച്ചാണ് വെട്ടിയിരിക്കുന്നത്. ഇവിടെ ഒരു ഉക്സ് പിടിപ്പിക്കണം. ഇങ്ങനത്തെ സിബ് ആയതുകൊണ്ട് ഇവിടെ ഒരു ഉക്സ് പിടിപ്പിക്കണം. പിന്നെ ഇതൊക്കെ ഹെമ്മിങ് ചെയ്ത് വെക്കണം നമ്മൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിപ്പോൾ എൻ്റെ ടോപ്പല്ല, അതുകൊണ്ട് എനിക്ക് ഇട്ട് കാണിക്കാനായിട്ട് പറ്റില്ല. ഇത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.